ഇന്നത്തെ കനത്ത മഴയിൽ കായംകുളം കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിൽ സംരക്ഷണ മതിൽ തകർന്നു വീണു. കോടതി സമുച്ചയത്തിനും ഓട്ടോ സ്റ്റാൻഡിനും സമീപമുള്ള കിഴക്കേ വശത്തെ മതിലാണ് ഇടിഞ്ഞു വീണത്. അപകടം രാത്രിയായതിനാൽ മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഒരു കച്ചവട വണ്ടിയുടെ മുകളിലേക്കാണ് മതിൽ പതിച്ചത്. പകൽ സമയമെങ്കിൽ വൻ ദുരന്തമാകുമായിരുന്നു. അത് നേരത്തെ ഈ മതിലിൻ്റെ കാര്യത്തിൽ കംപ്ലൈൻറ്റുകൾ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നേരത്തെ കൊടുത്തായിരുന്നു. നേരത്തെ KSRTC-യിലും അതേപോലെ പോലീസിലും മുനിസിപ്പാലിറ്റിയും ഒക്കെ അതിൻ്റെ പരാതി എന്നിട്ട് അധികൃതർ അത് ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് വൈകുന്നേരം ഇത് ഇടിഞ്ഞു വീഴാനുള്ള കാരണം. അത് നേരെ മറിച്ച് പകലായിരുന്നെങ്കിൽ യാത്രക്കാർ സഞ്ചരിക്കുന്ന സമയത്തായിരുന്നെങ്കിൽ എത്ര യാത്രക്കാരുടെ ദേഹത്ത് ഇത് വീണാനെ. ഇതിന് പരിഹാരം നമ്മൾ എവിടെ കൊണ്ടുവച്ച് തീർക്കുമായിരുന്നു. ഇപ്പോൾ തന്നെ അതിൽ അവിടെ നിന്നൊരു ചെറിയൊരു കച്ചവടക്കാരനുണ്ട്, ഒരു വേറൊരു ജോലി ചെയ്ത് ജീവിക്കാൻ വയ്യാത്ത ചെറുകിട ഒരു കച്ചവടക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. 10-15,000 രൂപ മുടക്കി ഒരു വണ്ടി ശരിയായിക്കൊണ്ട് അവിടെ കൊണ്ടുവന്ന് ഇന്നലെ കൊണ്ടുവന്ന് ഇട്ടതേ ഉള്ളൂ. ഇതാണ് ഇന്ന് അതിൻ്റെ ദേഹത്തോട്ട് മൊത്തം വീണത്. അതിലെല്ലാം ടോട്ടൽ ലോസ് ആയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നും എടുക്കാനൊന്നുമില്ല. ഇനി അവൻ്റെ ഉപജീവന മാർഗം വഴിമുട്ടി. ഇത് അധികൃതർക്ക് പല രീതിയിലും പല ഘട്ടങ്ങളിലും പരാതികൾ കൊടുത്തിട്ട് അവർ ശ്രദ്ധിക്കാത്തതിൻ്റെ ഫലമാണ് ഇതുണ്ടായത്. അത് KSRTC-യിലും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും പോലീസിലും ഒക്കെ വളരെ രീതിയിൽ പരാതി ഇത് കൊടുത്തതാണ്. അവർ ശ്രദ്ധിക്കാത്ത പോലെ ഇനിയും ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ ബാക്കിയുള്ള കച്ചവടക്കാരുടെ യാത്രക്കാരുടെ ദേഹത്ത് വീഴും. എന്നാലേ ഇതിന് പരിഹാരമാകത്തുള്ളൂ. അതുവരെ ഇതിന് പരിഹാരമാകത്തില്ല. നേരത്തെ ഇതിനു മുമ്പ് ആ തെക്കേ വശത്ത് നമ്മൾ വന്ന് ആ KSRTC തിരിയുന്ന ഭാഗത്ത് തന്നെ ഒരു മതിലിൻ്റെ ഒരു പോർഷൻ മൊത്തം തകർന്ന് വീണതാണ്. എന്നിട്ടും അവരത് മനസ്സിലാക്കാതെ അവിടെ സീറ്റ് കൊണ്ട് കവർ ചെയ്ത് വെച്ചേക്കുക. ഇനിയെങ്കിലും ഇതിന് നല്ല തക്കതായ ഒരു പരിഹാരങ്ങൾ കാണണം, അതിനുവേണ്ട നടപടിയെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആളിൻ്റെ ജീവിതത്തിനും ജീവനും നിങ്ങൾ ഉത്തരവാദിത്വം ചെയ്യേണ്ടി വരും. യാത്രക്കാരും കച്ചവടക്കാരും ഓട്ടോ തൊഴിലാളികളുമടക്കം നൂറുകണക്കിന് ആളുകൾ എപ്പോഴും തടിച്ചുകൂടുന്ന പ്രദേശമാണിത്. പകൽ സമയത്താണ് അപകടം സംഭവിച്ചിരുന്നതെങ്കിൽ വലിയ ആൾനാശത്തിന് സാധ്യതയുണ്ടാകുമായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപും ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്തെ മതിൽ സമാനമായ രീതിയിൽ ഇടിഞ്ഞു വീണിരുന്നു. അന്ന് തകർന്ന ഭാഗം നിലവിൽ ഇരുമ്പു ഷീറ്റുകൾ വെച്ച് താൽക്കാലികമായി മറച്ചു വെച്ചിരിക്കുകയാണ്. മതിലിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും നഗരസഭ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾക്ക് പലതവണ പരാതി നൽകിയിരുന്നതാണ്. എന്നാൽ യാതൊരുവിധ മുൻകരുതൽ നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാരും ആരോപിക്കുന്നു. തുടർച്ചയായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ ജനരോക്ഷമാണ് പ്രദേശത്തുയരുന്നത്. അപകട ഭീഷണിയിലായ ബാക്കി ഭാഗങ്ങൾ ഉടനടി പൊളിച്ചുമാറ്റി പുതിയ മതിൽ നിർമ്മിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന് നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കായംകുളം.